നിങ്ങൾക്ക് ഗ്രാമർ അറിയില്ല എന്ന പ്രശ്നമാണോ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ പേടിക്കുന്നത്? എന്നാൽ ഇനി ആ പേടി വേണ്ട. ഒട്ടും ഗ്രാമർ അറിയാതെ തന്നെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് നല്ല സ്ഫുടതയോടുകൂടി പഠിക്കാം. ദൈനംദിന ജീവിതത്തിലെ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒരേ കാര്യം തന്നെ 3 കാലഘട്ടത്തിൽ നമ്മൾ ഇതിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നടക്കുന്നതും കഴിഞ്ഞുപോയതും ഇനി ചെയ്യാൻ പോകുന്നതുമായ 3 കാര്യങ്ങൾ: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിലേക്ക് കടക്കാം. ഞാൻ എല്ലാ ദിവസവും ചോറ് കഴിക്കാറുണ്ട്. ഞാൻ ദിവസവും ചോറ് കഴിക്കാറുണ്ട്. അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ, എന്നും നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്, ഇപ്പം നടക്കുന്നതുമാണ്. അപ്പം പ്രസൻറ്റിൽ കൂട്ടാം നമുക്കതിനെ. ഇപ്പം ചോറ് കഴിക്കല്ലേ, പ്രസൻറ്റ്. ഞാൻ ദിവസവും ചോറ് കഴിക്കാറുണ്ട്. എങ്ങനെ പറയും? ഐ ഈറ്റ് റൈസ് എവ്രി ഡേ. ഐ ഈറ്റ് റൈസ് എവ്രി ഡേ. ഇവിടെ എവ്രി ഡേ എന്നാൽ എല്ലാ ദിവസവും എന്നാണ് അർത്ഥം. കഴിക്കുക എന്നുള്ളതിന് ഈറ്റ്, എവറി ഡേ എന്നുള്ളതിന് എല്ലാ ദിവസവും. ഞാൻ കഴിക്കുകയാണ് എന്നതിന് ഐ ഈറ്റ് റൈസ് എവറി ഡേ. ഐ ഈറ്റ് റൈസ് എവറി ഡേ. ഇനി അടുത്തൊരു ഉദാഹരണം. ഞാൻ ഇന്നലെ ചോറ് കഴിച്ചു. ഞാൻ ഇന്നലെ ചോറ് കഴിച്ചു. അതായത് കഴിഞ്ഞ കാര്യമല്ലേ. കഴിഞ്ഞ കാര്യമാകുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഈറ്റ് എന്നത് മാറ്റി നമ്മൾ ഏറ്റ് എന്ന് ചേർക്കേണ്ടി വരും. അതായത് EAT എന്നത് മാറ്റി ATE, ഏറ്റ് എന്ന് ചേർക്കേണ്ടി വരും. ഇന്നലെ എന്നുള്ളതിന് എസ്റ്റർഡേ. ഐ ഏറ്റ് റൈസ് എസ്റ്റർഡേ. ഐ ഏറ്റ് റൈസ് എസ്റ്റർഡേ. ഞാൻ ഇന്നലെ ചോറ് കഴിച്ചു. എന്തുകൊണ്ടാണ് അവിടെ ഏറ്റ് എന്ന് വന്നത്? കഴിഞ്ഞ കാര്യമായതുകൊണ്ട്. ഈറ്റ് എന്നുള്ളത് ഏറ്റ് എന്ന് യൂസ് ചെയ്യും കേട്ടോ. ഇംഗ്ലീഷിൽ വളരെ പിറകോട്ട് ഒട്ടും സംസാരിക്കാൻ അറിയാത്ത തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വലിയ ഗ്രാമറുകളൊന്നും നമ്മൾ ഫോഴ്സ് ചെയ്ത് കുത്തി ചേർക്കുന്നില്ല. സാധാ ഒരു രീതിയിൽ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് സംസാരിക്കാം, ആരെയും പേടിക്കാതെ എങ്ങനെ സംസാരിക്കാം, എങ്ങനെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാം എന്നത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്പോക്കൺലി എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം, അത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു സെൻറ്റൻസേ, ഞാൻ നാളെ ചോറ് കഴിക്കും. ഞാൻ നാളെ ചോറ് കഴിക്കും. അതപ്പോൾ എന്തുവാ? ഇനി വരാൻ പോണ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇനി ചെയ്യാൻ പോണ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിന് മുന്നായിട്ട് വില്ല് ചേർക്കണം. വിൽ, ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ നാളെ ചോറ് കഴിക്കും. ഐ വിൽ ഈറ്റ് റൈസ് ടുമോറോ. ഐ വിൽ ഈറ്റ് റൈസ് ടുമോറോ. ഇപ്പോൾ ശ്രദ്ധിച്ചോ, ഒരു കാര്യം തന്നെ 3 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നാണ് പഠിച്ചത്. അതായത് ചോറ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ചോറ് ഞാൻ കഴിച്ചു കഴിഞ്ഞു, ചോറ് ഞാൻ നാളെ കഴിക്കും. 3 ഘട്ടങ്ങളിലായിട്ട്. മനസ്സിലായല്ലോ? നിങ്ങൾ മനസ്സിലിത് റിപ്പീറ്റ് അടിച്ച് സംസാരിച്ച് പഠിക്കണം. അടുത്ത എക്സാമ്പിളാണേ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാറുണ്ട്. അതെല്ലാ ദിവസവും നടക്കുന്നൊരു കാര്യമാണ്. ഇന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പ്രസൻറ്റിൽ വേണം നമുക്ക് ഈ സെൻറ്റൻസ് പറയാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എന്നുള്ളതിന് എവറി ഡേ, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എന്നുള്ളതിന് എവറി മോർണിംഗ്. ഡ്രിങ്ക് എന്നാൽ കുടിക്കുക. ഐ ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. ഐ ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാറുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കി. ഇത് നിങ്ങൾ തന്നെ ആദ്യമേ പറയണം, എൻ്റെയും കാട്ടി മുമ്പേ നിങ്ങൾ തന്നെ പറയണം. ഞാൻ ചായ കുടിച്ചു. എങ്ങനെ പറയും? ഞാൻ ചായ കുടിച്ചു. കഴിഞ്ഞു പോയ കാര്യം. അപ്പോൾ ഡ്രിങ്ക് എന്നുള്ളത് നമ്മൾ ഡ്രങ്ക് എന്നാണ് പറയുക. കഴിഞ്ഞ കാര്യം പറയുമ്പോൾ ഡ്രിങ്ക് എന്നുള്ളത് ഡ്രങ്ക് എന്നാവും. ഈറ്റ് എന്നുള്ളത് നമ്മൾ ഏറ്റ് എന്നല്ലേ പറഞ്ഞത്, കഴിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്. അപ്പോൾ ഇവിടെ കുടിച്ചു കഴിഞ്ഞു എന്നുള്ളതിന് ഡ്രിങ്ക് എന്നുള്ളത് മാറ്റി ഡ്രങ്ക് എന്നാക്കണം. ഞാൻ ചായ കുടിച്ചു. ഐ ഡ്രങ്ക് ടീ. വെരി സിമ്പിൾ. ഇത്ര എളുപ്പമല്ലയോ അത്? ഞാൻ ചായ കുടിച്ചു. ഐ ഡ്രങ്ക് ടീ. ഇനി അടുത്തത്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നു എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പോണ കാര്യങ്ങൾക്ക് മുമ്പിൽ എന്താ നമ്മൾ ചേർക്കേണ്ടേ? വിൽ. WILL. വിൽ. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞേ.
ഞാൻ ഇനി ചായ കുടിക്കും, അതായത് കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഇനി ചായ കുടിക്കും. എങ്ങനെ പറയും? ഞാൻ, ഐ. ഇനി എന്നുള്ളതിന് ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ഐ വിൽ ഡ്രിങ്ക് ടീ. ഐ വിൽ ഡ്രിങ്ക് ടീ. മനസ്സിലായല്ലോ? ഏതൊരു കാര്യവും ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് വില്ല് ചേർക്കണം. അപ്പം ഞാൻ അവിടെ പോകും, ഐ വിൽ ഗോ. മനസ്സിലായോ? ഐ വിൽ ഗോ. ഞാനത് ചെയ്യും, ഐ വിൽ ഡു. ഞാനത് ചെയ്യും, ഐ വിൽ ഡു. ചെയ്യാൻ പോകുന്ന കാര്യം അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. വളരെ സിമ്പിളല്ലേ? ഇനി അടുത്തൊരു കാര്യവും കൂടെ 3 ഘട്ടങ്ങളിലായിട്ട് എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാവേ. ഞാൻ എന്നും ഈ സമയത്തേ ഉറങ്ങാറുള്ളൂ. ഞാൻ ഇന്നലെ കുറച്ച് നേരത്തെ ഉറങ്ങി. ഞാനിന്ന് കുറച്ച് വൈകിയേ ഉറങ്ങൂ. ഇത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് പറയുന്ന കാര്യമാണ്. ഒന്ന്, ഞാൻ ഈ മണിക്ക് ഉറങ്ങും, അതായത് പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നും ഞാൻ ആ ഒരു സമയത്താണ് ഉറങ്ങുന്നത്, പതിവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണേ. മറ്റൊന്ന്, ഇന്നലെ ഞാൻ നേരത്തെ ഉറങ്ങിപ്പോയി. അത് ഇന്നലെ നടന്ന കാര്യമാണ്, കഴിഞ്ഞ കാര്യമാണ്. ഇന്നലെ ഞാൻ നേരത്തെ ഉറങ്ങിപ്പോയി. പിന്നെ ഒരെണ്ണം എന്തുവാ? ഇന്ന് ഞാൻ വൈകിയേ ഉറങ്ങൂ. അപ്പോൾ ഇനി അത് നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ കുറച്ച് വൈകിയേ ഉറങ്ങൂ. ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നല്ലോ എവിടെയൊക്കെ എന്തൊക്കെ ചേർക്കണമെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഞാൻ 10 മണിക്ക് ഉറങ്ങാറുണ്ട്. ഇത് പതിവായി ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ 10 മണിക്ക് ഉറങ്ങാറുണ്ട് എന്ന് പറഞ്ഞേ. ഐ സ്ലീപ്പ് അറ്റ് 10 PM. ഐ സ്ലീപ്പ് അറ്റ് 10 PM. വെരി സിമ്പിളാണ്. ഇതിൽ ഒരു ഡൗട്ടും കാണത്തില്ല ആർക്കും. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങിപ്പോയി. ഞാൻ ഇന്നലെ നേരത്തെ ഉറങ്ങിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പം സ്ലീപ്പ് എന്നുള്ളത് സ്ലെപ്റ്റ് എന്നാകും. അത് ഓർത്ത് വെച്ചോളണം. സ്ലീപ്പ് എന്നുള്ളത് സ്ലെപ്റ്റ് എന്നേ നമ്മൾ പറയത്തുള്ളൂ. ഐ സ്ലെപ്റ്റ് നേരത്തെ എന്നുള്ളതിന് ഏർലി, എക്സ്റ്റർഡേ. ഐ സ്ലെപ്റ്റ് ഏർലി എസ്റ്റർഡേ. ഇത് സംഭവിച്ച് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ സ്ലീപ്പ് എന്നത് സ്ലെപ്റ്റ് എന്നാക്കണം. ഓക്കെ, ഐ സ്ലെപ്റ്റ് ഏർലി എസ്റ്റർഡേ. ഓക്കെ, ഒരു സെൻറ്റൻസ്, ലാസ്റ്റ് സെൻറ്റൻസും കൂടെ നോക്കാം. ഇന്ന് ഞാൻ വൈകിയേ ഉറങ്ങൂ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വൈകിയേ ഉറങ്ങൂ. നടക്കാൻ പോണ കാര്യങ്ങളാണ്. ഐ വിൽ സ്ലീപ്പ് ലേറ്റ് ടുഡേ. ഐ വിൽ സ്ലീപ്പ് ലേറ്റ് ടുഡേ. ലേറ്റ് ടുഡേ എന്ന് വെച്ചാൽ ഇന്ന് വൈകിയേ എന്നുള്ള അർത്ഥമാണ് ഇവിടെ എടുക്കുന്നത്. ലേറ്റ് ടുഡേ. മനസ്സിലായോ? ഐ വിൽ സ്ലീപ്പ് ലേറ്റ് ടുഡേ. അപ്പോൾ ഇന്ന് പഠിച്ച 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതും ചെയ്തു കഴിഞ്ഞതും ചെയ്യാൻ പോകുന്നതും എങ്ങനെ സംസാരിക്കുമെന്ന്. എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ തന്നെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം വെള്ളം കുടിച്ചു, വെള്ളം കുടിച്ചായിരുന്നു, ഇനി ഞാൻ വെള്ളം കുടിക്കും. ഇതിനെല്ലാം പറഞ്ഞ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി കേട്ടോ. ഈ ഒരു റൂൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ മതി. ഞാൻ എഴുതുന്നു, ഞാൻ ഇന്നലെ എഴുതി, ഞാൻ നാളെ എഴുതും. ഈ 3 സെൻറ്റൻസുകൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് ഇന്നത്തെ ക്ലാസ്സോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ 3 സെൻറ്റൻസുകൾ എങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് കമൻറ്റ് ചെയ്യുക എനിക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. താങ്ക് യു.